ഇറങ്ങിയപ്പോ തന്നെ അങ്കമാലിക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടാ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മ വീടിന്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തപ്പോ തന്നെ കിട്ടിയ ട്രിപ്പാണ്ടത്. ഒരു 2 മിനിറ്റ് അപ്പുറം 1 കിലോമീറ്റർ പിക്കപ്പ് പോയിന്റ്. അപ്പൊ ഇന്ന് നമ്മ മെയിൻ ആയിട്ട് നോക്കാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ, ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പാണ് നമുക്ക് ഈ ട്രിപ്പ് അടിച്ചത്. അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചെന്നേള്. അപ്പൊ നമ്മ ഇന്ന് മെയിൻ ആയിട്ട് നോക്കാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഈ ബൈക്ക് ടാക്സി ഒക്കെ വന്നേക്കണല്ല. ബൈക്ക് ടാക്സി വന്നത് കൊണ്ടിട്ട് നമുക്ക്, അതായത് കാറിനും ഓട്ടോക്കൊക്കെ ഓട്ടം കുറഞ്ഞിട്ടുണ്ടാവുമോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോ നമുക്ക് ഇപ്പൊ ഞാനൊരു സമയം ഒരു 12 മണി ആറായിട്ടുണ്ട്, 11:48 ആയിട്ടുണ്ട് ടൈം. നമുക്കിവിടെ കാട്ടിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ട്രിപ്പ് അടിച്ചേക്കണത്. റാപ്പിഡോ ഓൺ ചെയ്തിട്ടുണ്ട്, ഊബർ ജസ്റ്റ് ഓൺ ചെയ്തപ്പോ തന്നെ കിട്ടിയ ട്രിപ്പാണത്. അപ്പോ നമുക്ക് ഇന്ന് എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും, ഈ ബൈക്ക് ടാക്സി ഒക്കെ വന്നുകൊണ്ടിട്ട് നമുക്കിനി ഓട്ടം കുറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ നേരത്തെ ഒരു വീഡിയോയിൽ ആരോ വന്ന് കമന്റ് ഇട്ട പോലെ തന്നെ മറ്റേ പോത്തുവലയുടെ തുറക്കിയിട്ടൊക്കെയാണ് എണീറ്റ് ഓടണേ എന്നൊക്കെയുള്ള സീനിനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയട്ടെ. അപ്പോ എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, പോത്തുവലയുടെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങി വന്നപ്പോഴത്തേക്കും, ഓട്ടം പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഈ ടൈം ആയിട്ടുണ്ട്, ഒരു 12 മണി ആറായിട്ടുണ്ട്, 11:50 ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ രൂപ ഏൺ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ബൈക്ക് ടാക്സി അതൊക്കെ വന്നേക്കണ കൊണ്ടിട്ട് നമുക്ക് ഓട്ടം കുറയൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാന്ന് ഓർത്തിട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്, അതിൽ 573 രൂപ കിട്ടിയത്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 കിലോമീറ്റർ ഓടാണ്ടായി. അത് നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ, നല്ല നഷ്ടമാണ്. കാരണം ഞാൻ പിന്നെ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് കിലോമീറ്റർ, ഞാൻ വിചാരിച്ചൊരു 35 കിലോമീറ്റർ ഒക്കെ ആണെങ്കിലും കിലോമീറ്ററിന് ഒരു 20 വെച്ചെങ്കിലും കിട്ടുന്ന രീതിയിൽ, 20 കുറവാണെങ്കിലും 35 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 600 അങ്ങനെ പ്രതീക്ഷിച്ചാണ് എടുത്തത്. പക്ഷേ 40 കിലോമീറ്റർ ഉണ്ടായി. നമുക്ക് എന്നിട്ട് കിട്ടിയേക്കണമെന്ന് പറഞ്ഞാൽ 573 രൂപ. കിലോമീറ്റർ 20 രൂപ വെച്ച് ചാർജ് കൂട്ടാനാണെങ്കിൽ നമുക്കൊരു 800 രൂപ കിട്ടേണ്ട ട്രിപ്പാണ്. ഉച്ച ടൈമും ഇതെല്ലാം കൂടി ആയിട്ട് ഇവന്മാര് നല്ല ചവിട്ടാണ്. ഞാൻ റാപ്പിഡോ ഓൺ ചെയ്തിട്ട് റാപ്പിഡോയിൽ അടിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ റാപ്പിഡോയില് കുറച്ചേരം അടിക്കാണ്ടായപ്പോഴാണ്, കുറച്ചേരം അല്ല പെട്ടെന്ന് തന്നെ കുറച്ചൊരു 5 മിനിറ്റ് നോക്കിയിട്ടാണ് ഊബർ ഓൺ ചെയ്തത്. പക്ഷെ അപ്പം തന്നെ അടിച്ചില്ല, അല്ല ഊബറിൽ അപ്പം തന്നെ അടിച്ച്. പിന്നെ ഫസ്റ്റ് ട്രിപ്പല്ലേ എന്ന് ഓർത്ത് 600 രൂപ കണ്ടപ്പോഴത്തേക്കും അങ്ങോട്ട് ചാടിക്കറി എടുത്ത്, അതാ പറ്റിയത്. കിലോമീറ്റർ എത്രയുണ്ടെന്നൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അറിഞ്ഞത്. എന്നാലും ഞാൻ ഒരു 35 കിലോമീറ്റർ പ്രതീക്ഷിച്ചു, 40 ഉണ്ടായി. എന്തായാലും അടുത്ത ട്രിപ്പിന് വെയിറ്റിങ്ങിലാണ്. എന്തായാലും വന്നു പോയില്ലേ. ഊബർ നല്ല പറ്റിക്കലാണ് ഇപ്പൊ, റേറ്റ് വൻ ശോകമാണ്. റാപ്പിഡോയില് ഓൺ ചെയ്തിട്ടിട്ടുണ്ട്, റാപ്പിഡോ പറഞ്ഞാൽ അടിച്ചാൽ കൊള്ളാറുന്ന് ഓർത്തേക്കണാണ്. പിന്നെ ഇപ്പൊ ഒരു 1 മണി ആയിട്ടുണ്ട്, ഞാൻ ഒരു 1 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തി. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. പിന്നെ അങ്ങനെ കുറച്ചധികം കാലിക്ക് ഓടിക്കേണ്ടി വന്നു നമുക്ക്. ഇന്നത്തെ ദിവസം തന്നെ ശോകമാന്ന് തോന്നണം. ശോകമായിട്ടല്ല, ഇതുകൊണ്ടിട്ടൊക്കെ പറയണത് രാവിലെ തന്നെ പോത്തുപോലെ കിടന്ന് ഉറങ്ങാണ്ട് എണീറ്റ് ഓടാൻ പോണമെന്ന്. അപ്പോൾ ഇപ്പോൾ ഒരു ട്രിപ്പ് കിട്ടി. പിന്നെ ആലുവ ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിലിത് വേണ്ട 950 കിലോമീറ്റർ മീറ്റർ ഓടാനുണ്ടായുള്ളു. ഇതാണ് 1 കിലോമീറ്റർ തികച്ചില്ലായിരുന്നു. അപ്പോൾ അതിൽ ഒരു 100 രൂപ പറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്, 97 രൂപ കിട്ടി. പക്ഷേ ഞാൻ നിൽക്കണ അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയായിരുന്നു പിക്ക് ചെയ്യാനുണ്ടായത്. ഒരു 200 മീറ്റർ ടോട്ടൽ നമുക്ക് 1 കിലോമീറ്റർ ഓടേണ്ടി വന്നുള്ളൂ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇടയ്ക്ക് ഇങ്ങനത്തെ സംഭവം കിട്ടും. ഇത് നല്ലതാണ്. പക്ഷെ ഇത്ര നേരം നമ്മൾ മൊത്തത്തിൽ നോക്കാനാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ പറ്റി നമുക്ക് എന്തായാലും വെറുതെ ഇങ്ങോട്ട് ഓടേണ്ടി വന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കാനൊക്കെ കയറി, ഫുഡൊക്കെ അടിച്ച് ഇപ്പോൾ ഒരു 2:30 ആവാറായിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇറങ്ങി വെച്ചെങ്കിൽ കുറച്ചും കൂടി സെറ്റായിരുന്നു. പിന്നെ ആ രാവിലത്തെ ആ ട്രിപ്പും നമ്മൾ ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ പാടില്ലായിരുന്നു. കാരണം അത് കിലോമീറ്റർ നമുക്ക് ബുക്കിംഗ് വരുമ്പോൾ തന്നെ കാണിക്കണാണ്. പക്ഷെ പെട്ടെന്ന് ഞാൻ ഒരു ധൃതിയിൽ ഒന്നും നോക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് സ്ഥലം മാത്രം നോക്കി. പിന്നെ ഞാൻ അങ്ങോട്ട് ഇത്ര കിലോമീറ്റർ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ തന്നെ അങ്ങോട്ട് വിചാരിച്ചു, അതാ പറ്റിപ്പോയത്. എന്താണേലും ഇനിയിപ്പോൾ ഒരു നല്ല വെയിലൊക്കെയാണ് എനിക്ക് തോന്നണം. ഇനിയൊരു 4 മണിയൊക്കെ ആകുമ്പോഴേ ട്രിപ്പ് സെറ്റ് ആവുള്ളൂ തോന്നാൻ. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ച് നമുക്ക് മറ്റേ ഊബറിൽ തന്നെ 12 കിലോമീറ്റർ അങ്കമാലിക്ക് 220 രൂപ കാണിച്ചു. പക്ഷേ
ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അങ്കമാലിയിൽ നിന്ന് ഞാൻ ട്രിപ്പ് കിട്ടാണ്ട് കാലിക്ക് ഇങ്ങോട്ട് ഓടിച്ചോടിച്ച് അങ്കമാലി ആർന്നില്ല, അത്താണി കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി കൂടി അങ്ങോട്ട് പോകുമ്പോഴായിരുന്നു. അവിടെ നിന്ന് കാലിക്ക് ഓടിച്ച് ഇങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ പിന്നെയും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് ട്രിപ്പ് അടിച്ചപ്പോൾ പിന്നെ ഞാൻ എടുത്തില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇടിക്കുമായിരിക്കും കൂടെ ഒന്ന് കാക്കനാട് എറണാകുളം ഭാഗത്തേക്ക് അങ്ങോട്ടെങ്കിലും പോയിട്ട് എനിക്ക് കാര്യമുള്ളൂ. ഉള്ളിലേക്കൊക്കെ പോയിട്ട് വലിയ കാര്യമില്ല. ഈ ടൈം കൂടി ഞാൻ വേണ്ടിയിട്ട് ഉച്ച ടൈമല്ലേ, നല്ല ചൂടുമാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. തൊട്ടടുത്തുനിന്നാണ്. എയർപോർട്ടിൽ നിന്ന് റിട്ടേൺ അടിക്കുവാന്നറിയില്ല, അതാണ് ടാസ്ക്. എന്തായാലും പോയി നോക്കാറുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഉണ്ട്, ട്രെയിൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ബുക്കിങ് 2 അടിക്കുന്നുണ്ടല്ലോ. എയർപോർട്ടിലേക്ക് പോയാൽ പെടുവാന്നറിയാൻ പല. എന്തായാലും പോവാന്ന് പറഞ്ഞു. ഇന്നത്തെ നല്ല ശോകം ദിവസമാന്ന് തോന്നിട്ടാ. എയർപോർട്ടിലേക്ക് പോവാന്ന് അവസാനം വിചാരിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ റാപ്പിഡോയിൽ പുള്ളി കസ്റ്റമർ ക്യാൻസൽ ചെയ്തു. അടിപൊളി. അപ്പോൾ ഓൾറെഡി ഊബറിൽ 2 ട്രിപ്പ് അടിച്ചിട്ടുണ്ടായി. ഞാനപ്പോൾ പിന്നെ അത് ഇവിടെ ആലുവ തന്നെ ഏതോ ഒരു ഏരിയയിലേക്ക് ആയതുകൊണ്ടിട്ട് പിന്നെ അത് എടുത്തില്ല, അതിൻ്റെ ഓഫ്ലൈനിലാക്കി. അപ്പോൾ ഇവിടെ ഓടിച്ചെത്തി കഴിഞ്ഞപ്പോൾ അയാൾ ക്യാൻസൽ ചെയ്ത്. അടിപൊളി. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഊബറിൽ അടിക്കുമായിരിക്കും. ട്രെയിൻ വന്നിട്ടുണ്ടെന്ന് തോന്നാം, ഇന്ത്യക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എത്ര നേരം ഇങ്ങനെ കിടക്കാൻ പറ്റുമെന്ന് അറിയില്ല. ട്രിപ്പ് ക്യാൻസൽ ആയതുകൊണ്ടല്ലേ, ഊബറിൽ ആ ട്രിപ്പെങ്കിലും എടുത്താൽ മതിയായിരുന്നു. ഒരു 9 കിലോമീറ്ററിൽ ഒരു ട്രിപ്പ് വന്ന് 150 രൂപ. എന്തായാലും ഇവിടെ കുറച്ച് നേരം കിടക്കാൻ പറ്റുള്ളൂ. ഒരു 5 മിനിറ്റ് ഒക്കെ ഇട്ടില്ലെന്നാണെങ്കിൽ പുറത്തേക്ക് തന്നെ ഇറക്കിയിടേണ്ടി വരും. എന്തായാലും നോക്കാം. വന്ദേ ഭാരത് വന്നിട്ടുണ്ട്. എവിടെയാണ് വന്ദേ ഭാരത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ട്രിപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ട്, കാക്കനാടേക്കൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കാം എങ്ങോട്ടാന്നറിയില്ല. ഒരു 273 രൂപ കാണിച്ചിട്ടുണ്ട്. എടാ പോവാ. എന്തായാലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം. ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചായിരുന്നു ഞാൻ, പക്ഷെ അത് ക്യാൻസൽ ചെയ്ത്. അത് ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ ഏതോ ഒരു ഭയങ്കര ഉള്ളേരിയയിലേക്കാണ്. നൈസായിട്ട് അത് ക്യാൻസൽ ചെയ്ത്. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ രാവിലെ പെട്ടതുകൊണ്ടേ പേടിയാണ് ഇപ്പോൾ. എന്തായാലും അടിക്കുമായിരിക്കും, ആൾക്കാരെല്ലാം വരുന്നുണ്ട്. നോക്കാം. വീണ്ടും അങ്കമാലിക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. എന്തായാലും അങ്കമാലിക്ക് പോവാം, വേറെ വഴിയില്ല. കാരണം ഇനിയും ക്യാൻസലേഷൻ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ പണി കിട്ടും. 250 രൂപ 243 രൂപ റേഞ്ച് കാണിച്ചേക്കണം. എന്തായാലും ബാക്കി അവിടെ പോയിട്ട് വന്നെടുത്ത് വെച്ച് നോക്കാം. അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് കൊണ്ടുവന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്കമാലിൽ ഇപ്പം ഉള്ളത്. എങ്ങോട്ട് വരണ്ടെന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് തന്നെ അവസാനം ഊബർ എത്തിച്ചു നമ്മളാ. അതിൽ 236 രൂപ പിന്നെ ഒരു 10-20 രൂപ അവർ കൂടുതൽ തന്നായിരുന്നു. കാരണം ആ ഒരു ഇട്ട ലൊക്കേഷൻ ചെറിയ വ്യത്യാസമുണ്ടേ. അങ്ങനെ അപ്പോൾ ഈ ട്രിപ്പ് കസ്റ്റമർ കറക്റ്റായിട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ല, കളമശ്ശേരിക്കും എടപ്പള്ളിക്കൊക്കെ ട്രിപ്പ് അടിച്ച് റാപ്പിഡോയിൽ കറക്റ്റ് അവർ വന്നതുകൊണ്ടിട്ട് ഇല്ലെങ്കിൽ ക്യാൻസൽ ചെയ്താണ്. പിന്നെ ഒരുപാട് ക്യാൻസൽ ചെയ്താലും പണിയായതുകൊണ്ടിട്ട് ഞാൻ പിന്നെ എടുത്തത്. എന്തായാലും പിന്നെ എന്താ അങ്ങനെ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 900 രൂപ ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് അടിച്ച 3 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തേക്കണം. അതിൽ ഒരെണ്ണം ഒരു 100 രൂപയുടെ ട്രിപ്പായിരുന്നു. മെയിനായിട്ട് നമ്മൾ 2 ട്രിപ്പ് ഇതുവരെ എടുത്തിട്ടുള്ളതെന്ന് പറയാൻ വേണമെങ്കിൽ. ആ 3ാമത്തെ ട്രിപ്പിൽ 2ാമത്തെ ട്രിപ്പ് എടുത്തത് 1 കിലോമീറ്റർ പോലും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇവിടെ നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ചാൻസ് ഉണ്ട് കേട്ടാ. എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന് ഓർത്താ. നല്ല വെയിലായ വേണ്ടിട്ടേ കാറിൽ ഇരുന്ന് കഴിയാൻ നേരത്ത് പിന്നെ മടുപ്പാണ്. ഇങ്ങോട്ട് വന്ന വഴിക്ക് അവിടെ പറവൂർ കവലയിലൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് മറ്റേ എന്തോ ആരോ വരുന്നുണ്ടായെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ചു നേരം പോസ്റ്റ് ആയിരുന്നു. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തി. എന്തായാലും അടുത്ത ട്രിപ്പിന് വെയിറ്റ് ചെയ്യാം. ട്രിപ്പ് ഒരെണ്ണം വന്ന് ക്യാൻസലായി. നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ നിന്ന് നടന്ന ട്രിപ്പ് വന്നു. എങ്ങോട്ടാണെന്ന് ഓർക്കണ്ട. ഒരു മനസ്സിലായില്ല, 22 കിലോമീറ്റർ കാണിച്ച് വന്ന് അപ്പം തന്നെ അത് ക്യാൻസലായി.
ഇന്നത്തെ ഡേ നല്ല ശോകമാണെന്ന് തോന്നുന്നു. പിന്നെ എല്ലാ ദിവസവും ഓട്ടം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇന്ന് നല്ല ശോകമാണ്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ട്രിപ്പ് എടുക്കണ്ടെന്ന് ഓർത്തിട്ടുണ്ടോ. പോസ്റ്റായിട്ടിരിക്കണേണ്. ഒരു 4 മണി കഴിയുമ്പോഴെങ്കിലും പറഞ്ഞാൽ അടിച്ചാൽ മതിയായിരുന്നു. ഇനിയും കാലിക്കടിച്ചു പോയാൽ ശരിയാവൂല. അതിൽ നല്ലത് ഇന്ന് വീട്ടിൽ ഇരിക്കണായിരുന്നു. അടിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ പിന്നെ വെയിറ്റ് ചെയ്യണേ. ആലുവക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അച്ചാച്ചൻ. ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ്. 1 കിലോമീറ്റർ വിൽക്കാനായിട്ട് റേറ്റ് കുറവാണ്. 150 രൂപ അങ്ങനെ എന്തോ കാണിച്ചത്. എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ വെറുതെ ഈ ചൂടത്ത് കിടക്കലേ ഉണ്ടാവുള്ളൂ. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കിയില്ല പെട്ടെന്ന്. എന്തായാലും പെട്ടെന്ന് പോയി പിക്ക് ചെയ്യാം. ഇന്ന് ഫുള്ള് അബദ്ധങ്ങളാന്ന് തോന്നുന്നുണ്ടോ. ഇതുണ്ടോ, നമുക്ക് ഇപ്പം കിട്ടിയത് 147 രൂപ. 7 കിലോമീറ്റർ ഡ്രോപ്പ് ചെയ്യാനായിട്ടുണ്ട് അയാൾ. ആലുവൊക്കെ അറിയത്തില്ല. പക്ഷേ ആലുവ കാലടി റോഡെന്ന് അറിഞ്ഞിരി കാണിച്ചു. ഞാൻ അത് കണ്ടപ്പോൾ തന്നെ ആലുവയെന്ന് ഓർത്ത് ചാടിക്കേറി എടുത്ത്. ഒന്നും പറയണ്ട. ഇനി ഇവിടെ നിന്ന് ഇനി എപ്പോൾ ട്രിപ്പ് അടിച്ച് എറണാകുളത്തേക്കൊക്കെ എപ്പോൾ പോകാനാന്നോ. ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്നൊക്കെ ഒന്ന് അങ്ങോട്ട് പോയാലേ എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ട്രിപ്പ് ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ പെട്ട അവസ്ഥയാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ. ഇതാ ഞാൻ എപ്പോഴും ഇടയ്ക്ക് പറയാറുള്ളത്. ഇടയ്ക്ക് ഇങ്ങനെ ചില ദിവസങ്ങളിൽ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. എല്ലാ ദിവസവും നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ എല്ലാ ദിവസവും ഓട്ടം ഉണ്ടാവും. അങ്ങോട്ട് പോയി പെട്ടെന്ന് തന്നെ ട്രിപ്പ് കിട്ടി അങ്ങനത്തെ അവസ്ഥയല്ല. ഇങ്ങനെയുള്ള ദിവസങ്ങളും ഉണ്ടാവും. പക്ഷേ നമ്മൾ അങ്ങനെ ഓട്ടം ഉള്ളതായിട്ട് തന്നെ കാണിക്കണമെന്ന് ഓർത്തിട്ടല്ല വീഡിയോ എടുക്കണത്. എടുക്കാൻ തുടങ്ങാൻ നേരത്തെ എന്താണ് സംഭവിക്കണത് അതങ്ങനെ തന്നെ കാണിക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇപ്പോൾ മോശമാണ് ഇതുവരെ. ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താവും, ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രിപ്പ് അടിക്കുമോ എന്താവും എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. പ്രതീക്ഷ കൈവിടാനില്ല. വെയിറ്റ് ചെയ്യാം. എല്ലാം ഓൺലൈനിലാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഒരു ട്രിപ്പ് അടിച്ചേക്കണേ ഉണ്ടാ. ഇത് മട്ടൂര് എനിക്കൊന്ന് ആ കാലടി ആ റൂട്ട് അങ്ങോട്ട് തന്നെ പോകാനുള്ളത്. പിക്ക് ചെയ്യാനായിട്ട് ഇതുണ്ടാ 3.something കിലോമീറ്റർ ഉണ്ടായി. 7 മിനിറ്റ് കാണിക്കണത്. ഡ്രോപ്പിങ് ബുക്കിംഗ് വന്നപ്പോഴത്തേക്കും കാണിച്ചത് എത്രയാണ്, 6 കിലോമീറ്റർ. നഷ്ടമാണ് സത്യത്തിൽ പറഞ്ഞ. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ട്രിപ്പ് എടുക്കാണ്ടിരുന്നാലും എന്താവുമെന്ന് എനിക്കറിയില്ല. വെറുതെ കിടക്കേണ്ടി വരുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇതിപ്പോൾ എടുത്തിട്ട് അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ നേരത്ത് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ട്രിപ്പ് തരും എന്നാണ് പ്രതീക്ഷ. എന്താവും എന്നറിയില്ല. എന്തായാലും ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറയാറുള്ള പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് ഓട്ടം കിട്ടാണ്ട് ഭ്രാന്ത് പിടിക്കണ അവസ്ഥ വരാറുണ്ടെന്ന് പറയാറുണ്ട് ചില ദിവസം. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ഡേ ആണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമുക്കിപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് എറണാകുളത്ത് നിന്ന് ഇങ്ങനെ ഉള്ളേരിയയിലേക്ക് ഞാൻ ട്രിപ്പ് എടുക്കാൻ മടിച്ച കാര്യം തന്നെ ഇതാണ്. ഇങ്ങോട്ട് കുറച്ച് മാറി ട്രിപ്പ് എടുക്കാൻ മടിഞ്ഞ അങ്കമാലിക്കൊക്കെ കിട്ടിയിട്ട് എടുക്കാനതിൻ്റെ റീസണൊക്കെ ഇതൊക്കെ തന്നെ. ഇപ്പോൾ ചിലപ്പോൾ പിക്കപ്പ് ചെയ്യാനുള്ള കിലോമീറ്റർ കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു 3.5 കിലോമീറ്റർ വരെ പിക്ക് ചെയ്യാണ്ടായി. ഇനി ഒരു 6.5 കിലോമീറ്റർ നമുക്ക് ഡ്രോപ്പ് ചെയ്യാനും ഉണ്ടാവും. അപ്പോൾ ടോട്ടലി 10 കിലോമീറ്റർ ആയി. നമുക്ക് കിട്ടണ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 145 രൂപ ആ റേഞ്ചാണ് കാണിച്ചത്. അപ്പോൾ ഒരു 140 രൂപയ്ക്കായിരിക്കും നമുക്ക് കിട്ടണത്. നഷ്ടമാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പിക്ക് ചെയ്യാൻ പോകണം. അത്രേ ഉള്ളു. നമുക്ക് ഇങ്ങോട്ട് ഇതേ വരുന്ന വഴിക്ക് തന്നെ റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അത്താണിക്കാണ് 293 രൂപ 290 ആ റേഞ്ചാണ് കാണിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു 1.4 കിലോമീറ്റർ അത്രയാണ് ഉള്ളത്. ക്യാൻസൽ ആവുമോ എന്നറിയില്ല. കാരണം ഞാനിപ്പോൾ ഒരു ഇങ്ങോട്ട് വന്ന വഴിക്ക് അടിച്ചതാണിത്. എന്തായാലും കിട്ടിയാൽ നല്ലതാണ്. പെട്ടെന്ന് പിക്ക് ചെയ്യാന്ന് ഓർത്താണ്. ഊബറിൽ ഇവിടെ വന്നിട്ടും ഒന്നും അടിച്ചിട്ടില്ല. തൽക്കാലം ഞാൻ ഊബർ ഓഫ്ലൈനിലാക്കാൻ പോണേ. ഈ അത്താണി എയർപോർട്ടിൻ്റെ ഭാഗത്ത് സർജൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് ആ ട്രിപ്പ് എടുത്തിട്ട് പോവാം. പെട്ടെന്ന് പോയി പിക്ക് ചെയ്യട്ടെ. റാപ്പിഡോയിൽ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 293 രൂപ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ആലുവ മെട്രോ സ്റ്റേഷനിലേക്കായിരുന്നു ട്രിപ്പ്. അവിടെ നിന്ന് 16 കിലോമീറ്റർ പറ്റേണ്ടായി. എന്നാലും കുഴപ്പമില്ല. 300 രൂപ കിട്ടിയിട്ടുണ്ട്. ഊബർ പോലെ എത്ര റേറ്റ് കുറവല്ല. പക്ഷെ ഇത് ഊബറിൽ ഇത് കണ്ടോ, ഇപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ സർജാണ് എല്ലായിടത്തും. നല്ല സർജ് കാണിക്കുന്നുണ്ട്.
എന്താണേലും അടുത്ത ട്രിപ്പിന് വെയിറ്റിംഗ് ഇല്ല. പിന്നെ ഈ റാപ്പിഡോയിൽ ഈ ട്രിപ്പിൽ ഞാൻ കളക്ട് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്ത എമൗണ്ട് 168 രൂപയാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല സംഭവം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫസ്റ്റ് റൈഡിന് എന്തോ ഫ്രീ റൈഡൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ മിനിമം എമൗണ്ട് കഴിഞ്ഞാൽ റേറ്റ് വരും. അപ്പോൾ ബാലൻസ് എമൗണ്ടാണ് കളക്ട് ചെയ്തതെന്ന് തോന്നുന്നു. ഇപ്പോൾ റാപ്പിഡോയിൽ ഫസ്റ്റ് റൈഡിന് ഫ്രീ ആണ്, അങ്ങനെയുണ്ട്. അപ്പോൾ ഫസ്റ്റ് റൈഡാന്നാണ് പറഞ്ഞത് ആ കുട്ടി. അങ്ങനെ എന്തായാലും അടുത്ത ബുക്കിങ്ങിന് വെയിറ്റിങ്ങിലാണ്. നോക്കാം, ഇപ്പം തന്നെ കിട്ടുമായിരിക്കും. ഇനിയിപ്പോൾ ഇപ്പം തന്നെ കിട്ടുമായിരിക്കും. നല്ല ട്രാഫിക് ഉണ്ട് റോഡിൽ. നല്ല കുറേ നേരം ട്രാഫിക്കിൽ കിടന്നിട്ട് ഇങ്ങോട്ട് എത്തിയത്. CNG അടിക്കാന്ന് പറഞ്ഞപ്പോൾ ഒരു രക്ഷയില്ലാത്ത ക്യൂ വേണ്ട. പമ്പിൽ നിന്ന് CNG അടിക്കാന്ന് പറഞ്ഞതാ. അവിടുത്തെ ക്യൂ കാരണം നമ്മൾ കളമശ്ശേരിയിലെ പമ്പിലേക്ക് പതിയെ ഓടിച്ച്. വേറെ നല്ല അവിടെ ക്യൂവിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ സമയം മൊത്തം കുറച്ച് തിരക്കുള്ള സമയമാണിപ്പോൾ. ഈ സമയവും കൂടി ഓട്ടോ ഇല്ലാണ്ട് ഇങ്ങനെ നടക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ CNG ഇത് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഒരു കട്ടയും കൂടി ഉള്ളു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ തന്നെ കുറേ ഓടിച്ച് നമ്മിന്ന്. ഇന്നലെ ഞാൻ ഫുൾ ടാങ്ക് അടിച്ചിട്ടേച്ചാണ്. അപ്പോൾ അതിൽ ബാലൻസ് ഉണ്ടായ വെച്ചിട്ട് ഇന്ന് ഓടിക്കൊണ്ടിരുന്നു വെച്ചാൽ ഒരു 120 കിലോമീറ്റർ പറ്റേ ഓടിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ഓടിയിട്ടുണ്ട് ഞാൻ ഇന്ന്. പിന്നെ അതിൽ എൻ്റെ പേഴ്സണൽ കുറച്ച് ഓട്ടം ഉണ്ടായി. പിന്നെ അങ്ങനെ അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഫുൾ ടാങ്ക് CNG അടിച്ചിട്ടില്ലെങ്കിൽ നമുക്കിനി അടുത്ത എങ്ങോട്ടെങ്കിലും CNG ഇല്ലാത്ത ഏരിയയിലായിട്ടൊക്കെ ട്രിപ്പ് അടിച്ച് കഴിഞ്ഞാൽ പെടും. അത് സംഭവം. നമ്മിന്ന് വെറുതെ ഒരുപാട് കിലോമീറ്റർ വെറുതെ ഓടിച്ച് അങ്ങനെ തന്നെയാണ് നമ്മുടെ CNG ഇരുന്നേക്കണത്. ഒരു കാര്യമില്ലാണ്ട് രാവിലെ തൊട്ട് വെറുതെ കിടന്ന് ഓട്ടമാണ്. പിക്കപ്പ് ആണെങ്കിലും അങ്ങോട്ടൊക്കെ പോയിട്ട് കുറേ വൻ ശോകമായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ എന്തായാലും ഇവിടെ നോക്കാം. അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് CNG ഒക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴേ. CNG ഒക്കെ ഫുള്ളാക്കിയിട്ടുണ്ടാവും. എറണാകുളം എന്നാണ് അടിച്ചത്. 7 കിലോമീറ്റർ 6.5 കിലോമീറ്ററാണ് നമുക്ക് പോകാനുള്ള ഡ്രോപ്പിംഗ് പോയിന്റിലേക്കുള്ളത്. പിക്കപ്പ് ഇത് ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ്. 160 രൂപ കാണിച്ചേക്കണം. എന്തായാലും പോയി പിക്കായിട്ട് കിട്ടുന്നു. 1-ാം തീയതി ആയിട്ട് നല്ല ശോകമാണ്. 2 രൂപ ആവില്ലെന്ന് തോന്നണം. 1349 രൂപ ആയിട്ടുള്ളൂ ഊബറിൽ. പിന്നെ റാപ്പിഡോയിൽ ഒരു ട്രിപ്പ്. ഇപ്പം ഇങ്ങോട്ട് വന്നതിൽ ഒരു 175 ചേർന്ന് കളക്ട് ചെയ്യാണ്ടായത്. പിന്നെ അവരൊരു 200 തന്നു. എൻ്റെ ചേഞ്ചും ഉണ്ടായില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അടിക്കണ കാര്യത്തിൽ സംശയമാണ്. ഈ കുറച്ചുള്ളിലേക്കാണിത്. ഇങ്ങോട്ടാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വെറുതെ എറണാകുളം എന്ന് എഴുതി കാണിച്ചിട്ട് വേറെ എന്തോ അടിച്ചല്ല. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അടിച്ചേക്കണത്. 2 കിലോമീറ്റർ ഉണ്ട് പിക്കാൻ. എന്നാലും കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് അടിക്കാലെന്നാണ്. എന്തായാലും പോട്ടെ, പെട്ടെന്ന് പോയി പിക്കുക. വീണ്ടും നമുക്ക് ഇറങ്ങിത്തിരിഞ്ഞ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കളമശ്ശേരിയുടെ അപ്പുറത്തേക്ക് പോകാൻ നമ്മളെ അനുവദിക്കുന്നില്ല. പോകണമെന്നാണെങ്കിൽ എനിക്ക് കാലിക്കോടിച്ച് പോകേണ്ടി വരുമെന്ന് തോന്നണം. നമുക്ക് ലാസ്റ്റ് ട്രിപ്പിൽ കിട്ടിയത് 175 രൂപ. ഊബറിൽ 1500 രൂപ. ശോകം എന്ന് പറഞ്ഞാൽ ആകെ വൻ ശോകം. തലക്കൊക്കെ പ്രാന്ത് പിടിക്കണം മടുപ്പായിട്ട്. കൊച്ചിയിലേക്ക് ട്രിപ്പ് കിട്ടിയാൽ അപ്പം തന്നെ എപ്പോൾ വീട്ടിൽ പോയെന്ന് വെച്ചാൽ. പക്ഷേ ട്രിപ്പൊന്നും അടിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇനി അങ്കമാലിക്ക് കൊണ്ടുപോയിട്ടിരുത്താൽ മതിയായിരുന്നു. എന്തായാലും നൈസ് മടുപ്പാണ്. ഫുള്ള് മടുപ്പാണ്. നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം അടുത്ത ട്രിപ്പിന്. ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. ബുക്കിംഗ് മഞ്ഞുമ്മലേക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടില്ല, റിക്വസ്റ്റ് വന്നാണ് കേട്ടോ. അതും കിട്ടിയില്ല തോന്നാൻ. ചിലപ്പോൾ കിട്ടുമായിരിക്കും. റാപ്പിഡോയിലും ഒരു ട്രിപ്പ് അടിച്ചായിരുന്നു. ഇപ്പം ഈ ട്രെയിൻ വന്നേക്കണ കൊണ്ടിട്ട് ഇനി ചിലപ്പോൾ ഇനിയും അടിക്കാൻ ചാൻസ് ഉണ്ട്. അത് 2ഉം കിട്ടിയില്ല. 2 ട്രിപ്പ് അടിച്ച് 2ഉം കിട്ടിയില്ല. അയ്യോ നെടുമ്പാശ്ശേരിക്കാ. അത് കിട്ടിയാലും ഞാൻ ക്യാൻസൽ ചെയ്യും. നെടുമ്പാശ്ശേരിക്ക് പോയി കഴിഞ്ഞാൽ ഇനി ഞാൻ അങ്കമാലിക്ക് വരെ പോണ പരിപാടിയായി. അത് കിട്ടും ഉറപ്പായി. അത് കിട്ടി. നൈസായിട്ട് പെട്ടെന്ന് ക്യാൻസൽ കിട്ടിയില്ലെങ്കിൽ പടിയാ. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ കസ്റ്റമർക്കാർ വന്നു കഴിഞ്ഞാൽ വണ്ടി കയറി ഇരിക്കും. ട്രെയിൻ ഒരെണ്ണം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു അടിയാണ് ഈ അടിക്കണത്. എറണാകുളം സൈഡിലേക്കുള്ള 2എണ്ണവും തന്നില്ല എനിക്ക് ഊബർ. ഇനി ഊബറിന് പിന്നെ അങ്കമാലിക്ക് വിടാനുള്ള പരിപാടിയൊന്നും തോന്നണം.
സുഖപുരം പഴങ്ങാട്. തലക്ക് ഭ്രാന്ത് പിടിക്കൊണ്ട് മൊത്തത്തില്. കാക്കനാടേക്ക് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. ഇപ്പത് ആ അടിച്ച പുള്ളി വന്ന് പറഞ്ഞ് നമ്മുടെ വണ്ടിയാ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് അത് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞു. ഇച്ചിരി കൂടി കഴിഞ്ഞ് വെച്ചെങ്കിൽ ഞാൻ പിന്നെയും പോകേണ്ടി വന്നാണ്. ഇപ്പം നെടുമ്പാശ്ശേരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിലൊക്കെ. അടുത്ത കസ്റ്റമർ നമ്പർ. ഓക്കെ. കാക്കനാടേക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് 242 രൂപ കിട്ടി. ടോട്ടൽ ഒരു 2000 മേലെ ആയിട്ടുണ്ട് നമ്മളെ റാപ്പിഡോയിലെ എമൗണ്ടും കൂടി കൂട്ടാൻ നേരത്ത്. ഇവിടെ വന്നപ്പോൾ റാപ്പിഡോയിൽ 2-3 ട്രിപ്പ് അടിച്ചു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബുക്കിംഗ് ഫ്രീ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും റാപ്പിഡോ ബുക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഊബറിലൊരു ചെറിയ ഒരു ട്രിപ്പ് ഇതേ വന്നിട്ട് പോയി. എന്താ അക്സെപ്റ്റ് ചെയ്യാനൊന്നും കാണിച്ചില്ല. മാച്ചും അല്ല അടിച്ചത്, എന്നാലും എങ്ങോട്ടാന്നും കൂടി കാണാൻ പറ്റിയില്ല മര്യാദക്ക്. എന്തായാലും വെയിറ്റ് ചെയ്യാം. 9 ട്രിപ്പ് ആയിട്ടുണ്ട് അമ്മ. റാപ്പിഡോയിൽ 2 തവണ അടിച്ചായിരുന്നു. പക്ഷേ എല്ലാം ചെറിയ 3 കിലോമീറ്റർ പിക്കപ്പ്, 1 കിലോമീറ്റർ പോകാനായിട്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ എടുത്തില്ല. 120 രൂപ എന്നൊക്കെ കാണിച്ചിട്ട് ഇടച്ചിറക്കൊക്കെ ആയിരുന്നു. നമ്മതേ ഈ ഹോം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിലേക്കുള്ള ട്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കണത്. എന്തായാലും നോക്കാം, കിട്ടുമായിരിക്കും. അങ്ങോട്ട് ഫോട്ടോച്ച് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. എറണാകുളത്തേക്ക് എങ്ങോട്ടെങ്കിലും കിട്ടിയാലും മതി. വീണ്ടും ഇടച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അടിച്ചോണ്ടിരിക്കണത്. ഇൻഫോ പാർക്കിൽ നിന്ന് 3 കിലോമീറ്റർ പിക്ക് ചെയ്തിട്ട് 3 കിലോമീറ്റർ പോകാനായിട്ട് 120 രൂപ. പക്ഷേ എനിക്ക് തോന്നണത് അങ്ങോട്ട് ഇനി പോയി കഴിഞ്ഞാൽ പിന്നെ റിട്ടേണും കുറച്ച് ശോകമായിരിക്കും എന്നാണ്. എന്തായാലും അടുത്തില്ല. അത് വേറെ എറണാകുളം ഭാഗത്തേക്ക് എല്ലായിടത്തും കിട്ടുമെന്ന് തന്നെ നോക്കാന്ന് ഓർത്താം. പിന്നെ എന്ത് ഇടച്ചിറക്ക് അടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ എന്ത് ഇടച്ചിറക്കാണ് അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇൻഫോ പാർക്കിൽ നിന്ന് ഇടച്ചിറയിൽ അപ്പാർട്ട്മെന്റൊക്കെ ഉള്ള ആൾക്കാർ ബുക്ക് ചെയ്യണേന്ന് തോന്നാൻ. അങ്ങനെ അങ്ങോട്ട് തന്നെ കുറേ ട്രിപ്പായി പഠിച്ചിട്ടിരിക്കണം. നമ്മുടെ ഡെസ്റ്റിനേഷൻ നമുക്ക് പോകാനുള്ള ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടും അങ്ങോട്ട് അടിച്ചോണ്ടിരിക്കണത്. എറണാകുളത്തേക്കായിരിക്കും പോകാനില്ലെന്നോ. എന്തായാലും ഊബർ അടിക്കണതിനേക്കാളും കൂടുതൽ ഇപ്പം ഇവിടെ വന്നിട്ട് റാപ്പിഡോ ആണ് ട്രിപ്പ് കൂടുതൽ അടിച്ചേക്കണത്. ഊബറിൽ അത്ര ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. ഇപ്പം ഈ ഓഫറുള്ള കൊണ്ടിട്ടായിരിക്കും. റാപ്പിഡോയിൽ ഫ്രീ ഫസ്റ്റ് റൈഡ് ഫ്രീ ആണല്ലോ. അതിൻ്റെ പിന്നെ മണിലേക്ക് ഞാൻ ഊബറിലും റാപ്പിഡോയിൽ സെയിം ടൈമിന് ട്രിപ്പ് അടിച്ചു. അപ്പോൾ ഞാൻ ഊബറിലെ മറ്റേ ഫോറം മാളിലേക്ക് കുണ്ടന്നൂർ അങ്ങോട്ട് അതെടുക്കാമെന്ന് ഓർത്ത് പിക്ക് ചെയ്യാം. എന്തായാലും പെട്ടെന്ന് പോയി പിക്ക് ചെയ്യട്ടെ. നമ്മുടെ അപ്പോൾ ഫോറമിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2000 ആയിട്ടുണ്ട് ഊബറിൽ. ഇപ്പോൾ റാപ്പിഡോയിൽ ഞാൻ ഡെസ്റ്റിനേഷൻ നേരത്തെ സെറ്റ് ചെയ്തിട്ട് വെച്ചുകൊണ്ടിട്ട് തോപ്പുംപടിക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വിളിച്ചപ്പോൾ അവിടെ ഫ്രണ്ടിൽ നിൽപ്പണ്ടെന്ന് പറഞ്ഞു. എന്തായാലും പെട്ടെന്ന് പോയി പിക്ക് ചെയ്യട്ടെ. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശം അവസാനിപ്പിക്കണേ. റാപ്പിഡോ ഓഫ്ലൈനിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റാപ്പിഡോയിൽ ഇപ്പോൾ വന്ന ട്രിപ്പിന് 233 രൂപ കിട്ടിയത്. ടോട്ടൽ നമ്മുടെ ഇന്ന് 526 രൂപ കൂടിയിട്ടുണ്ട്. പിന്നെ ഊബറിലാണെങ്കിൽ ഇന്ന് നമ്മൾ ഓടിയേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപ. തിങ്കളും ചൊവ്വയും പോയില്ലായിരുന്നു. അപ്പോൾ അതിൽ 2000, ഇതിൽ 526. അപ്പോൾ ഒരു 2500 രൂപക്ക് നമ്മൾ ടോട്ടൽ ഏൺ ചെയ്തിട്ടുണ്ട്. 2500 രൂപ നമ്മൾ ടോട്ടൽ ഏൺ ചെയ്തിട്ടുണ്ട് ഇത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വീട്ടിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. ഒരു 1-2 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തായാലും പതിയെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. രാവിലെ തൊട്ട് മടുപ്പായിട്ടിരിക്കണേ. ഇന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 2500 രൂപ മേലെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ കിലോമീറ്ററിന് ചാർജ് കുറവായിരുന്നു. കിലോമീറ്ററിന് നമുക്ക് രാവിലെ ട്രിപ്പ് കിട്ടിയത് തന്നെ നല്ല ചാർജ് കുറവായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ അങ്കമാലിക്കൊക്കെ പോയി അവിടെ കിടന്ന് കുറേ വെറുതെ ഓടേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ തലക്കും ഭ്രാന്ത് പിടിച്ച് കുറേ അലച്ചിലുമായി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മടുപ്പായി ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട്. അപ്പോൾ പിന്നെ ഈ വർക്കിൽ ഇത് പറഞ്ഞിട്ടുള്ള എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നന്നായിട്ട് ചെല്ലുന്ന സ്ഥലത്ത് തന്നെ പെട്ടെന്ന് ഓട്ടം കിട്ടണമെന്നൊന്നുമില്ല. ഇന്നിപ്പോൾ
നല്ല രീതിക്ക് ഓട്ടം കിട്ടിയവരുണ്ടാവും. ഇന്നിപ്പോ ഞാനിങ്ങനെ അലഞ്ഞിരിഞ്ഞ പോലെ അല്ലാണ്ട് ചെല്ലണ സ്ഥലത്ത് നിന്നൊക്കെ പെട്ടെന്ന് കിട്ടിയവരുണ്ടാവും. അപ്പൊ ഓരോ ദിവസം നമ്മ ചെന്ന് പെടണ ഏരിയയും അതേപോലെ കിട്ടണ പോലെയൊക്കെ ഇരിക്കും, ഭാഗ്യം പോലെ ഇരിക്കും കുറെയൊക്കെ. പിന്നെ മെയിനായിട്ട് നമ്മൾ നോക്കിയൊക്കെ ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്കത് മനസ്സിലാവും. പക്ഷെ എനിക്കിന്ന് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ഫസ്റ്റ് ഡേ ട്രിപ്പ് ആണെങ്കിലും ഒരു 40 കിലോമീറ്റർ ഒക്കെ ഉണ്ടായത്. പക്ഷെ 600 രൂപ എന്നുള്ള എമൗണ്ട് ഞാൻ പെട്ടെന്ന് അടിച്ചപ്പോൾ കണ്ടപ്പോഴത്തേക്കും ചാടിക്കറി എടുത്തും പോയി. അതാ പറ്റിയത്. ഞാൻ കിലോമീറ്റർ നോക്കാനും മറന്നുപോയി. ഇല്ലെങ്കിൽ ഞാൻ അത് എടുത്തില്ലാന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഏൺ ചെയ്യാറുണ്ട്. ഒരു 100-300 രൂപയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ വെറുതെ മൊത്തത്തിൽ ഒരു 100-200 രൂപ മേലെ എങ്ങനെ വന്നാലും നമുക്ക് കിട്ടേണ്ടതാണ് ടോട്ടൽ ആ ട്രിപ്പിൽ നിന്നൊക്കെ ആണെങ്കിൽ കിലോമീറ്റർ ചാർജ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കാനാണെങ്കിൽ. പിന്നെ പറഞ്ഞിട്ടാരില്ല, നമ്മ ഈ ഉച്ചക്ക് 12 മണിയായപ്പോൾ ഇറങ്ങിയത്. ഇപ്പൊ ടൈം എത്രയായി? 10 മണി ആയിട്ടില്ല, 9:53. ഒരു 10 മണിക്കൂർ കൊണ്ടാണ് നമ്മ ഈ ഒരു ഏണിങ്സ് ചെയ്തത്. ഒട്ടും മോശമാർന്നല്ല ഞാൻ പറഞ്ഞത് ഓട്ടം, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഇതാ സംഭവം. വെറുതെ അലഞ്ഞും തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആകെ ഭ്രാന്തായി. പിന്നെ ഇപ്പൊ ഈ ഊബർ ബൈക്ക് വന്നതിന്റെ ഇത് വെച്ച് നോക്കാനാണെങ്കിൽ എനിക്ക് തോന്നണ കാറിനെ അത് വലുതായിട്ട് ബാധിക്കൂലെന്ന് തോന്നണം. കാരണം ടാക്സി ബുക്ക് ചെയ്ത് പോകാനുള്ളവർ എങ്ങനെ വന്നാലും ടാക്സി തന്നെ എടുത്ത് പോകും. പിന്നെ ഈ കുറച്ച് ഇവിടെ പ്രായമുള്ള പിള്ളേരൊക്കെ മാത്രം ഇങ്ങനെ അടുത്തൊക്കെ പോകാനായിട്ട് കൂടുതൽ യൂസ് ചെയ്യുമെങ്കിലേ ഉണ്ടാവുള്ളൂ. കൂടുതലും ഗേൾസ് ഒക്കെ നമ്മുടെ ഇവിടെ ഇപ്പൊ ചെറിയ പിള്ളേരൊക്കെ യൂസ് ചെയ്യുമായിരിക്കും. എന്നാലും പൊതുവെ വലുതായിട്ട് ടാക്സിയുടെ ഓട്ടം കുറയാൻ ചാൻസ് ഇല്ല ഈ ബൈക്ക് വന്നെന്ന് പറഞ്ഞിട്ട്. അല്ലാണ്ട് പൊതുവെ ഓട്ടം കുറച്ച് മോശമാണ്. അത് അല്ലാണ്ട് റേറ്റും ശോകമാണ്. പിന്നെ ഈ ബൈക്ക് വന്നെന്ന് പറഞ്ഞിട്ട് പിന്നെ മെയിനായിട്ട് പണി കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ചേട്ടന്മാർക്കാണ് പണി കിട്ടണത്. അപ്പോൾ കാരണം ഒരാളിപ്പോൾ നമ്മ അടുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് കൂടുതലും എല്ലാവരും ഓട്ടോയല്ലേ ബുക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ഓട്ടോ ബുക്ക് ചെയ്യണവർ ഇനി മുതൽ ഇത് ബുക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ ലീഗലായിട്ട് ഇപ്പോൾ ഓടുന്നുണ്ട് കുറേ പേര്. അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ബാംഗ്ലൂരും ഹൈദരാബാദിലൊക്കെ നേരത്തെ തൊട്ടേ ഉള്ളതല്ലേ ഈ സംഭവം. നമ്മുടെ ഇവിടെ ഇപ്പം ഈ അടുത്ത് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കാര്യങ്ങളാണ് കാണിച്ചത്. ഇപ്പോൾ നന്നായിട്ട് ഓട്ടോ ഉണ്ടെന്ന് കാണിക്കാനല്ല ഉദ്ദേശിച്ചത്. ഇന്നിപ്പോൾ അലഞ്ഞ് തിരിഞ്ഞതും ഞാൻ വിചാരിച്ചില്ല. പിന്നെ നമുക്കൊരു ഭാഗ്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്തോ ഭാഗ്യത്തിന് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ തന്നെ ലാസ്റ്റ് കാക്കനാടുന്ന് ഫോറമിലേക്ക് കിട്ടി. ഫോറമിൽ നിന്ന് തോപ്പുംപടിക്കൊക്കെ കിട്ടിയോണ്ടിട്ട് കറക്റ്റായിട്ട് നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ അവിടെ നിന്നും കൂടി കാലിക്കടിച്ച് തന്നെ. ഞാൻ എന്തായാലും ഫോറമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇനി കൊച്ചിയിലേക്ക് അല്ല ട്രിപ്പ് കിട്ടണമെങ്കിൽ പതിയെ ഓടിച്ചിട്ട് പോരാന്ന് ഓർത്താണ് നിർണ്ണയിച്ചത്. അപ്പൊ അങ്ങനെയും കൂടി അറിഞ്ഞെങ്കിൽ പിന്നെയും നമ്മൾ വെറുതെ കാലിക്ക് ഓടിക്കേണ്ടി വന്നേനെ. അപ്പൊ മൊത്തത്തിൽ നഷ്ടമായിരുന്നേനെ നമുക്ക് വെറുതെ ഓടിച്ചേനെ. ഇപ്പൊ CNG നോക്കാനാണെങ്കിൽ നമ്മ രാവിലെ വണ്ടി എടുത്തപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി കുറവാണെങ്കിലും അത്യാവശ്യം ഒരു 3/4 ടാങ്ക് ഫുള്ളാവാൻ ഒരു കാൽഭാഗത്തിന്റെ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെന്നാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇനി വേറെ വീഡിയോ ആയിട്ടൊക്കെ കാണാം. ബൈ.